ഇന്നത്തെ റെസിപ്പി നല്ല കിടുക്കാച്ചയായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. ഉള്ളിയും സവാളയൊക്കെ വഴറ്റി ഒരുപാട് സമയമൊന്നും കളയണ്ട, വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. ഈ ബീഫ് കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ സാധാരണ ഉണക്കമുളകും കൂടി കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കട്ടെ, തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ബീഫ് കറി റെഡിയാക്കി എടുക്കാനായിട്ട് കാശ്മീരി ചില്ലിയും സാധാരണ മുളകും കൂടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും, അതുപോലെ തന്നെ എരിവും ഉണ്ടാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ രമ്പയില എടുത്തിട്ടുണ്ട്, അതുപോലെ സർവ്വസുഗന്ധിയുടെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 250 ഗ്രാം ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രമ്പയുടെ ഇലയും സർവ്വസുഗന്ധിയുടെ ഇലയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ കറിക്ക്. പിന്നെ നമുക്കൊരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എല്ലൊക്കെ ഉള്ള ബീഫാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എല്ലുള്ള ബീഫാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ നല്ല നെയ്യുള്ള ബീഫാണ്. നമ്മളിതിലേക്ക് വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ നെയ്യ് തന്നെ കിടന്നിട്ടാണ് ഈ ബീഫ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പാലാണിത്, നല്ല ലൂസാക്കിയിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ കിടന്നിട്ടാണ് ബീഫ് നന്നായിട്ട് വേവുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ കിടന്ന് വേവുമ്പോഴുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കറിയാണിത്. വളരെ ഈസി മെത്തേഡാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ രമ്പയുടെ ഇല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സർവ്വസുഗന്ധിയുടെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രമ്പയുടെ ഇലയും സർവ്വസുഗന്ധിയുടെ ഇലയൊക്കെ നിങ്ങളുടെ ഇല്ലെങ്കിൽ അതിന് പകരം വഴണയില ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ആവശ്യത്തിന് പറിച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. ഇത് തിളക്കാനായിട്ട് അനുവദിക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബീഫ് കറിയിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, പകരം ഉണക്കമുളകിൻ്റെ ആ പേസ്റ്റാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ബീഫ് കറി ചട്ടിയിൽ തന്നെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അതങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഇത്രയും തേങ്ങാപ്പാലിൻ്റെ അളവ് വേണ്ട, തേങ്ങാപ്പാൽ കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷേ ചട്ടിയിലിട്ട് വേവിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല കേട്ടോ കുക്കറിലിട്ട് വേവിച്ചാൽ. നമ്മൾ ചട്ടിയിലിട്ട് വേവിക്കുമ്പോൾ നോർമൽ തീയിൽ കിടന്നിട്ട് സാവധാനം നെയ്യൊക്കെ തിരിഞ്ഞിട്ടാണ് ഇത് വെന്ത് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തീ കൂട്ടിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. അതിനുശേഷം തീ കുറച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാൽ ശരിക്കും വറ്റി ലാസ്റ്റ് ആ ഒരു റോസ്റ്റിൻ്റെ പരുവത്തിലാവണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് നേരം തീ കൂട്ടിയിടാം. അതിനുശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു മണിക്കൂറെങ്കിലും പിടിക്കും ഈ ഒരു ബീഫ് റോസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ ചട്ടിയിലിട്ടാണല്ലോ വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ബീഫിന് നല്ല വേവുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് കിടന്നിട്ട് വേവുമ്പോൾ 1 മണിക്കൂറെങ്കിലും പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ടൈം കൺസ്യൂമിങ് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിലിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ വാങ്ങിക്കുന്ന സാധാരണ പാക്കറ്റ് മസാലയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ബീഫിലെ തേങ്ങാപ്പാലൊക്കെ വറ്റി ബീഫ് അത്യാവശ്യം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ സാധാരണ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം നല്ല നെയ്യുള്ള ബീഫായതുകൊണ്ട് തന്നെ നല്ല നെയ്യൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ തേങ്ങാപ്പാലിൽ നിന്നുള്ള നെയ്യും നന്നായിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ചട്ടിയിലിട്ട് വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കുള്ളൂ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക്